ഓക്കെ, ഇദ്ദേഹത്തിന് ഇനി വേറെ അങ്ങോട്ടും പോകാനില്ല. ഇദ്ദേഹം ഇപ്പോൾ അറിയാം കേരളത്തിൽ UDFന്റെ ഒരു നല്ല ഭരണ സംവിധാനം നിലവിൽ വന്നപ്പോൾ ഇദ്ദേഹം ഈ നിലപാടെടുക്കുന്നേ ഉള്ളൂ. ഇദ്ദേഹം ഇടതുപക്ഷത്ത് പോയി, BJP പോയി പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും ഓടി നടന്ന് ഈ കോൺഗ്രസിനകത്തുനിന്നും സംസാരിക്കുമ്പോൾ ഞാൻ എവിടെ മുറിയെടുത്ത് ബിസിനസ് നടത്തുന്നു. പാലാ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയുടെ വക ബിൽഡിങ്ങിൽ ഞാൻ കടമുറി എടുത്ത് എൻ്റെ വ്യാപാര സ്ഥാപനം നടത്തുന്നു. ആക്ഷേപം ആർക്കെതിരെയാ? ആക്ഷേപം എനിക്കെതിരെയാണോ? എനിക്ക് മുറി തന്നിരിക്കുന്ന പാലാ രൂപതയുടെ കത്തീഡ്രൽ പള്ളിക്കെതിരെയാണോ? പിന്നെ ഇങ്ങനെയുള്ള ആരോപണങ്ങളും ഈ ചാനലുകാരെ വിളിച്ചു വരുത്തി ഈ വിഷയം ഒരു നിസ്സാരമായ കെട്ടിവെച്ച് ഈ നാട്ടിലുള്ള മൈക്ക് കെട്ടിവെച്ച് ബിജു വർഗീസ് അല്ല, ഇത് ബിജു മാത്യൂസ് ആദ്യമായിട്ട് ബിനു മനസ്സിലാക്കുക. പിന്നെ ഉണ്ടല്ലോ ഞങ്ങളിവിടെ ആരും മുകളിൽ നിന്ന് ഇറങ്ങി വന്നൊന്നുമല്ല. പാലായിലേക്ക് ഞാനൊരു 60 പണി ജോലിക്കാരും ഒക്കെ ഉള്ള നന്നായിട്ട് സ്ഥാപനം നടത്തുന്ന എല്ലാം നല്ല രീതിയിൽ മുമ്പോട്ട് വന്ന സ്ഥാപനം, അധിക്ഷേപമൊന്നും വേണ്ട. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരാളെ അധിക്ഷേപിക്കുകയും അങ്ങോട്ടൊന്നും വേണ്ടെന്നും പറയരുത്. ബിനു എല്ലാം ആലോചിച്ചു എന്ന് പറയുന്നു. ഇവിടെ കൗൺസിലിൽ ഒരു പ്രമേയം ബിനു കൊണ്ടുവന്നു. ഈ അങ്ങേയറ്റം നമ്മുടെ ഭരണഘടനയെ അവഹേളിക്കുന്ന ഒരു പ്രമേയം കൊണ്ടുവന്നു. ആ പ്രമേയം ആരെയും അതിനു മുമ്പ് കാണിച്ചോ? അവതരിപ്പിക്കുന്ന ഒരു പ്രമേയം കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ആ പ്രമേയത്തിൽ പറയുന്നത് എന്താ? രാജ്യസഭാ മോഡലിൽ ഇവിടെ കേരളത്തിൽ MLC പദവി കൊണ്ടുവരണം. ആ MLC പദവിയിലേക്ക് കൊണ്ടുവരേണ്ട ആൾക്കാരുടെ പേരിട്ടിരിക്കുക. അതായത് പ്രമുഖരായ വ്യക്തികളുടെ കഴിവില്ലാത്ത മക്കളെ കൊണ്ടയിരുത്തി അതിനു വേണ്ടിയിട്ട് MLC പദവി കൊണ്ടുവരണമെന്ന് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു കൗൺസിലർ പ്രമേയം കൊണ്ടുവരുന്നു. എന്നിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധികളെ വെട്ടിലാക്കുന്നു. ഞങ്ങളെല്ലാം വെട്ടിലായിപ്പോയി. അതോടെ ആ പ്രമേയത്തെ ഞാൻ എതിർത്ത് സംസാരിച്ചു. അദ്ദേഹത്തിന് ഏറ്റവും ഫീൽ ചെയ്ത വിഷയം ഇതൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇത് ഭരണഘടനാ ലംഘനമോ, ആരെങ്കിലും കേസിന് പോയി ഞങ്ങളൂടെ കൊടുക്കും. ഇത്തരം പല വിഷയങ്ങളിലും ഞങ്ങളെ പെടുത്തുന്ന അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി എത്ര ഒരു ആലോചനയും ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ അറിവില്ലായ്മയെ ചോദ്യം ചെയ്യുമല്ല. നിങ്ങളുടെ അറിവില്ലായ്മയെ ചോദ്യം ഒരു പ്രമേയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.